പ്രേഷിതവാഹിനി വന്നിര പുതിയതൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. ചേച്ചി, ചെമ്പേരി ഫോറനിലെ അവസാനത്തെ പാർട്ടിസിപ്പന്റ് ഞാനല്ലേ? അപ്പോൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ വരുന്നത്? ഇല്ലടാ, നീ പേടിക്കൊന്നും വേണ്ട, നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലേ? നിനക്കായിട്ട് ഞങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് റെഡി ആക്കിയിട്ടുള്ളത്. നീ ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ അല്ലല്ലോ, കൂളല്ലേ? ഞങ്ങളുണ്ട്, ഓഡിയൻസ് ഉണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിയാലോ സിനു? മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ്. സാൻഡോ മിഷൻ ക്വിസ്റ്റേൻമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലാണ് അല്ലെ? ഈ ചെമ്പേരി ഫൊറോനയില് പ്രഗത്ഭരായ ഒത്തിരി ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒത്തിരി കലാകാരന്മാരും കായിക താരങ്ങളും അതുപോലെ തന്നെ രചയിതാക്കളുമുള്ള ഒരു ദൈവാലയവും ഇടവകയുമാണിത്. അത് മാത്രല്ല കേട്ടോ, ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ടതാണ്. അതിലൊരു മെയിൻ കാര്യം, ആദ്യമായിട്ട് തെങ്ങ് കയറ്റ യന്ത്രം കണ്ടുപിടിച്ചത് നമ്മുടെ ചെമ്പേരി ഇടവകക്കാരനാണ്. അഭിമാന കാര്യമല്ലേ അല്ലേ? എനിക്ക് തോന്നുന്നു ഇവർക്ക് ആദ്യമായിട്ട് ഇവർക്ക് ഇത് അറിയുന്നേന്ന്. ആ ചേച്ചിക്ക് ഇരുന്ന് ചിരിക്കുന്നുണ്ട്, ചേച്ചിക്ക് അറിയാവുന്ന പോലെ. ചിലരൊക്കെ ഇപ്പോഴായിരിക്കും കേൾക്കുന്നത് അല്ലേ? അപ്പോൾ ആന്റണിയെ നമുക്ക് പ്രേക്ഷിത വാഹനമായിട്ട് കയറ്റണം. അതിനു മുൻപ് ആന്റണിയുടെ പ്രൊഫൈൽ ഒന്ന് കാണാം. നിങ്ങൾക്ക് ആന്റണിയെ കുറച്ചുകൂടെ പരിചയപ്പെടണ്ടേ? അപ്പോൾ പ്രൊഫൈൽ നമുക്ക് കാണാം. കാണുന്നത് അതിസുന്ദരമായ മലകളും കുന്നുകളും മേഘങ്ങൾ കൊണ്ട് മൂടിയതുമായ ഒരു താഴ്വരയാണ്. ഈ താഴ്വരയിലാണ് ഞങ്ങളുടെ എല്ലാമായ ചെമ്പേരി പള്ളികൾ. ലൂർദ് മാതാവിൻ്റെ നാമധേയത്തിലാണ് ഈ പള്ളിയുള്ളത്. ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യവും അപ്പോൾ നടന്നു തരുമെന്നാണ് മാതാപിതാക്കളെല്ലാം എല്ലാവരോടും പറയുന്നത്. എന്നോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കും. അപ്പോൾ ആ സംഭവം കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതൊക്കെ എനിക്ക് നടത്തി തരുന്നത് എൻ്റെ ലൂർദ് മാതാവാണ്. പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിച്ച ഭാഗ്യമാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഫാമിലി വന്ന് ഞാൻ ജനിച്ചത് കൊണ്ടാണ് എനിക്ക് മാതാവിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതുവഴി യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാനുമുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചത്. യേശുവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത്. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അനിയൻ, ചാച്ചൻ, അമ്മച്ചി എന്നവരൊക്കെയാണ് ഉള്ളത്. ഇവരാണ് എനിക്ക് ദൈവം തന്ന സമ്മാനം. ആന്റണിയുടെ പ്രൊഫൈല് നമ്മൾ കണ്ടു, കൂടുതൽ പരിചയപ്പെടണം. പക്ഷെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ആന്റണി, പ്രേക്ഷിത വാഹനത്തിൽ കയറിയാലോ? ഓക്കെ, കയറിക്കോ. റൂൾസ് ഒക്കെ അറിയാലോ? അറിയാം. 4 റൗണ്ടുകളാണ് നമുക്കുള്ളത്.
ഏത് റൗണ്ടാണ് ആന്റണിക്ക് ആദ്യം വേണ്ടത്? ജെറുസലേം റൗണ്ട്. സഭാചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ അടങ്ങുന്ന ജെറുസലേമാണ് ആന്റണി ആദ്യം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചോദ്യം കണ്ടാലോ? കാണാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രാൻസിസ് പാപ്പ സഭയിലെ എത്രാമത്തെ മാർപ്പാപ്പയാണ്? 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. 266, 255, 235, 260. 266. 266. ആലോചിക്കാതെ തന്നെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഉറപ്പാണ്. എനിക്കൊരു സംശയം ഉണ്ടല്ലോ ആന്റണി, ശരിയായിരിക്കോ? ശരിയായിരിക്കും. വേണമെങ്കിൽ ഒന്നുകൂടി ആലോചിച്ചോ. അല്ല, 266 തന്നെ. ഉറപ്പാണെന്നാണ് പറയുന്നത്. എന്നാ ഉത്തരം ചെക്ക് ചെയ്തേക്കാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ് ആന്റണി. നമുക്ക് ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ചോദ്യം നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പ ആര്? ഉത്തരം പറയോ? വിശുദ്ധ പത്രോസ്. വിശുദ്ധ പത്രോസ്. ഉറപ്പാണോ? ഉറപ്പാണ്. ഉത്തരം നോക്കിയാലോ? ഓഡിയൻസ് സമ്മതിച്ചിട്ടുണ്ട്. വിശുദ്ധ പത്രോസ്. ഉത്തരം ശരിയാണ്. ഇങ്ങനെ ആദ്യത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും ഒട്ടും ആലോചിക്കാതെ തന്നെ ആൻസർ ചാടി പറഞ്ഞ് ശരിയാക്കിയിരിക്കുകയാണ്. ഒരു കയ്യടി കൊടുത്തേ. നല്ല ഉഷാറുള്ള ഒരു കയ്യടി നമ്മുടെ ആന്റണിക്ക്. ഈ റൗണ്ടിലെ സമ്മാനം വേണ്ടേ ആന്റണി? വേണം. സമ്മാനം കൊടുക്കാം. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആന്റണിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? എന്തൊക്കെയാണ് ആന്റണിയുടെ ഹോബീസ്? സൈക്കിൾ ഓടിക്കുക, ഷട്ടിൽ കളിക്കുക, അങ്ങനെയൊക്കെ ഉള്ളു. സ്പോർട്സ് ആണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആണോ? അതെ. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടിൽ നിന്ന് പപ്പ മാത്രമേ വന്നിട്ടുള്ളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പപ്പ, അമ്മ, ചാച്ചൻ, അമ്മച്ചിയും പിന്നെ ഞാനും അനിയനും. ഒരു ചെറിയ വലിയ സന്തോഷ കുടുംബമാണ് അല്ലേ? അതെ. അപ്പോ ആന്റണി സെക്കൻഡ് റൗണ്ട് നോക്കിയാലോ? നോക്കാം. ഏത് റൗണ്ടാണ് അടുത്തതായിട്ട് ആന്റണി ചൂസ് ചെയ്യുന്നത്? അഡ്ജൻഡസ്. തോമസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. 2 ഓപ്ഷൻ ഉണ്ട്. സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ളത് ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ഏതാണ് ചൂസ് ചെയ്യുന്നത്? മിഷൻ. മിഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ജെറുസലേം സൂനഹദോസ് ആരുടെ നേതൃത്വത്തിലാണ് സമ്മേളിച്ചത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ, പത്രോസിന്റെ, വിശുദ്ധ പൗലോസിന്റെ, തോമസ് ലിഹായുടെ. പത്രോസിന്റെ. ഉറപ്പാണോ? ഉറപ്പാണ്. ജെറുസലേം സൂനഹദോസ് എന്താണ്? സഭയിലെ ആദ്യത്തെ സുനഹദോസ്. എന്നാ ഉത്തരം ചെക്ക് ചെയ്താലോ? കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ജെറുസലേം സൂനഹദോസിന്റെ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ആന്റണി വ്യക്തമായിട്ട് ഉത്തരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളും കേട്ട് പഠിച്ചോ കേട്ടോ. നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തോമായുടെ നടപടികൾ എഴുതപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ഏകദേശം 220-നും 250-നും ഇടയ്ക്ക്. ഉറപ്പാണോ? ഉറപ്പാണ്. ലാസ്റ്റ് റൗണ്ടിലാണ് നമ്മുടെ ആന്റണി വന്നത്. പക്ഷെ ഉത്തരങ്ങളൊക്കെ ചാടിക്കേറി ഉത്തരം പറയുന്നുണ്ട്. എന്നാ ഉത്തരം നോക്കിയാലോ? നോക്കാം. AD 250-ന് മുൻപ്. ഉത്തരം ശരിയാണ്. ഉഷാറുള്ളൊരു കയ്യടി കൊടുത്തേ. ആന്റണി ഇവിടെ കൂളായിട്ട് നിന്ന് ചാടി ആൻസർ ഒക്കെ എളുപ്പത്തിൽ എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്? ചെറുതായിട്ട്. അഡ്ജൻഡസ് റൗണ്ടിലെ 2 ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞിട്ട് ചെറുതായിട്ട് പഠിച്ചിട്ടുള്ളൂ. അത് എളിമയാണ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എല്ലാത്തിനും ഉത്തരം പറയും. അതാണ് അല്ലേ? എന്നാ ആ എളിമയ്ക്ക് നമുക്കൊരു സമ്മാനം കൊടുത്താലോ? അപ്പൊ ഈ റൗണ്ടിന് സമ്മാനം കൊടുക്കാം നമുക്ക്. അങ്ങനെ 2 റൗണ്ട് വളരെ ഗംഭീരമായിട്ട് ഉത്തരം പറഞ്ഞിട്ട് ആന്റണി സമ്മാനം മേടിച്ചത് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഓഡിയൻസിന് ചെറിയ ആഗ്രഹം കാണും, ഒരു സമ്മാനം വേണമെന്നൊക്കെ അല്ലേ? അതെ. ആന്റണി ഇങ്ങനെ ചാടി ഉത്തരമൊക്കെ പറയുമ്പോൾ ഓഡിയൻസ് ഞങ്ങൾക്കും പറയണം ഇങ്ങനെ ഉത്തരം.
നിങ്ങൾക്കും വീട്ടിൽ കൊണ്ടുപോകാൻ സമ്മാനം. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ. അപ്പൊ ചോദിക്കട്ടെ, ചോദ്യം ഇതാണ്: ചെമ്പേരിയുടെ കുടിയേറ്റത്തിന്റെ ആദ്യ കാലങ്ങളിൽ അജപാലന രംഗത്ത് നേതൃത്വം നൽകിയ കോഴിക്കോട് രൂപതയുടെ മെത്രാൻ ആരായിരുന്നു? കൈ പൊക്കിയിട്ടുണ്ട്, രണ്ടുപേര് പൊക്കി. പക്ഷെ ആദ്യം കൈ പൊക്കിയത് ആ ചേട്ടനാ. നമുക്ക് ആ ചേട്ടനെ വിളിച്ചാലോ? നല്ലൊരു കൈയടി കൊടുത്തേ. പത്രോണി പിതാവ്. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പോ ആൻസർ ഇതാണ്: ചെമ്പേരിയുടെ കുടിയേറ്റത്തിന്റെ ആദ്യ കാലങ്ങളിൽ അജപാലന രംഗത്ത് നേതൃത്വം നൽകിയ കോഴിക്കോട് രൂപതയുടെ മെത്രാൻ അൽദോ മരിയ പത്രോണി. ഉത്തരം ശരിയാണ്. ഒരു കയ്യടി കൊടുത്തേ. നമ്മുടെ ആന്റണി ഇവിടെ പ്രേക്ഷിത വാഹിനിയിലെ വെയിറ്റിംഗ് ആണ്. ആന്റണി, അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം. ഏതാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യുന്നത്? ജെറിക്കോ റൗണ്ട്. ജെറിക്കോ റൗണ്ടില് ഒരു വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഒരു റൈറ്റിംഗ് പാഡ് അവിടെ ഇരിപ്പുണ്ട്. അതിൽ അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ കുറിച്ചെടുക്കുക. ആദ്യം നമുക്ക് വീഡിയോ പ്ലേ ചെയ്താലോ? എൻ്റെ പേര് ഫാദർ തോമസ് കുമ്പളന്താനത്ത്, MST സൊസൈറ്റി അംഗമാണ്. ഞാൻ ഇവിടെ ഈ ഇന്ത്യ രൂപതയിലുള്ള ചീക്കനഹള്ളി എന്ന സ്ഥലത്താണ് ഇപ്പോൾ പ്രവർത്തനം ചെയ്യുന്നത്. ഈ ചീക്കനഹള്ളി ഗ്രാമത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ 200 വീട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അതിൽ മജോറിറ്റി ആൾക്കാരും ഗൗഡന്മാരാണ്. പിന്നെ കുറേ ലിംഗായത്തുകാർ, അങ്ങനെ 1-2 ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരാണ്. വളരെയധികം പിന്നെ അവർ വളരെയധികം ഒത്തൊരുമിച്ച് ജോലി ചെയ്ത് പ്രവർത്തിച്ച് പോകുന്നു. പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഗ്രാമമാണിത്. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ സേവനം ചെയ്യുക ചെറിയൊരു നഴ്സറി സ്കൂളുണ്ട്. ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചിട്ട് 1991 സ്ഥാപിച്ചത്. അതിനുശേഷം നമുക്കറിയാം 31 വർഷമായി ഇപ്പോൾ. ഒരുപാട് കുട്ടികൾ ഇവിടെ തന്നെ ഈ നഴ്സറി സ്കൂളിന് മുകളിലേക്ക് ഇത് ഉയർന്നിട്ടില്ല എങ്കിലും ഇവിടെ നിന്നൊക്കെ പഠിച്ച് നല്ല നല്ല നിലയിലെത്തിയ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ വല്ലപ്പോഴും ഇതിൽ വരുമ്പോൾ കാണാൻ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ 10-13 ഗ്രാമങ്ങളിൽ പോയി കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 30 കുട്ടികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പം 90 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും നമ്മുടെ ഈ സ്കൂളിൽ കുട്ടികളെ അയക്കുന്നതിന് സന്തോഷമാണ്. കാരണം ഇവിടെ സിസ്റ്റേഴ്സാണ് പഠിപ്പിക്കുന്നത്, ടീച്ചേഴ്സുണ്ട്. എങ്കിലും സിസ്റ്റേഴ്സൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിൽ അവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇഷ്ടമുള്ളതാണ്. പിന്നെ നമ്മൾ വേറൊരു പ്രവർത്തനം ചെയ്യുകയെന്ന് ചോദിച്ചാൽ, ഗ്രാമത്തിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. അവരുടെ സംഘങ്ങൾ 40 സംഘമുണ്ട്. ആ 40 സംഘത്തിലായിട്ട് ഏതാണ്ട് 600 ആൾക്കാർ നമ്മളുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. സംഘത്തിന് വരികയും പോവുകയും ആൾക്കാരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമുക്കുള്ളത് ഒരു ഡിസ്പെൻസറിയാണ്. നമ്മുടെ ബാംഗ്ലൂരുള്ള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ച് ഇവർക്ക് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഒരു 10-20 ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ മരുന്നിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തയ്യൽ ക്ലാസ് ഇവിടെ നടത്തുന്നുണ്ട്. ഒരു ബാച്ച് ഇപ്പം ഇറങ്ങി, ഈ കഴിഞ്ഞ വർഷത്തേത്. അടുത്ത ബാച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതെല്ലാം ക്രോഡീകരിച്ച് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരും വളരെ നല്ലവരാണ്. അവർക്കെല്ലാം നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബിഷപ്പും ഇവിടെയുള്ള അച്ഛന്മാരും അതുപോലെ MSTയിലുള്ള അച്ഛന്മാരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുവാനായിട്ട് അവർ ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടില്ലേ? കണ്ടു. ചോദ്യം നോക്കിയാലോ? നോക്കാം. ഫാദർ തോമസ് കുമ്പളന്താനത്ത് MST മാണ്ഡ്യ രൂപതയിലെ ഏത് മിഷൻ പ്രദേശത്താണ് സേവനം ചെയ്യുന്നത്? ചീക്കനഹള്ളി. ചീക്കനഹള്ളി. ശരിയാണോ? ശരിയാണ്. ആന്റണി നോട്ട്സ് ഒക്കെ എഴുതി എടുക്കുന്നുണ്ടായിരുന്നു. ശരിയായിരിക്കാം. നമുക്കൊന്ന് ആൻസർ നോക്കിയാലോ? ആൻസർ നോക്കാം. ചീക്കനഹള്ളി ശരിയാണ്. ഇത്ര നല്ലൊരു കൈയടി കൊടുക്കാം. ജെറിക്കോ റൗണ്ടിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടാണ് ആന്റണി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഈ റൗണ്ടിൽ ഒരു ചോദ്യമാണ് ഉണ്ടായിരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് സമ്മാനം കൊടുത്താലോ? സമ്മാനം കൊടുക്കാം.
റൗണ്ട് കൂടിയും ഒരു ജനറൽ ചോദ്യവും ബാക്കിയുണ്ട്. പക്ഷെ എന്തായാലും ഒരു എന്റർടൈൻമെന്റ്, ഒരു പരിപാടി വേണം അല്ലേ? എനിക്കും തോന്നുന്നുണ്ട് ഒരു എന്റർടൈൻമെന്റിന്റെ സമയമാണ് നിൽക്കുന്നത്. ആന്റണിക്ക് എങ്ങനെയാ, എന്തെങ്കിലും ഒരു പരിപാടി വേണ്ടേ? വേണം. ആന്റണിക്കും ഒന്ന് കൂളാവണം, നിങ്ങൾ ഓഡിയൻസിന് കൂളാവണം, എനിക്കും കൂളാവണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? കേൾക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് പാട്ട് കേൾക്കാനുള്ള നല്ലൊരു അന്തരീക്ഷമായിട്ട് തോന്നുന്നത്. ഇങ്ങനെയാണെങ്കിൽ ആരാ പാട്ട് പാടാനായിട്ട് വരുന്നേ? ചെമ്പേരി ഇടവകയുടെ മുത്ത് സുവത്ത് എന്നെല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ എബിനാണ് ഇപ്പൊ ഒരു ഗാനമായിട്ട് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. എബിൻ, സ്വാഗതം. സുരൻ നൽകി തൻ തിരുജീവൻ പാപത്തിൻ പരിഹാര ബലിയായി നൽകി തൻ തിരുജീവൻ കാൽവരി മലയിൽ ദൈവസുതൻ നൽകി തൻ തിരുജീവൻ പാപത്തിൻ പരിഹാര ബലിയായി നൽകി തൻ തിരുജീവൻ മുറിയുമീ ഓസ്തിയിൽ വാഴുമെൻ യേശുവേ പകരുമീ കാസയിൽ ജീവിക്കും സ്നേഹമേ. ദൂർത്തനായി നിന്നിൽ നിന്നകന്നപ്പോൾ പാപത്തിൽ മുങ്ങി ഞാൻ താഴ്ന്നപ്പോൾ ദൂർത്തനായി നിന്നിൽ നിന്നകന്നപ്പോൾ പാപത്തിൽ മുങ്ങി ഞാൻ താഴ്ന്നപ്പോൾ അലിവുള്ള സ്നേഹമായി നീ വരുനാഥാ എൻ പാപമെല്ലാം ക്ഷമിച്ചിടുവാൻ അലിവുള്ള സ്നേഹമായി നീ വരുനാഥാ എൻ പാപമെല്ലാം ക്ഷമിച്ചിടുവാൻ എൻ പാപമെല്ലാം ക്ഷമിച്ചിടുവാൻ മുറിയുമീ ഓസ്തിയിൽ വാഴുമെൻ യേശുവേ പകരുമീ കാസയിൽ ജീവിക്കും സ്നേഹമേ.
വേലേറ്റു തളർന്നപ്പോൾ സ്നേഹത്തിൻ തണലായി നീ വന്നു. പാപത്തിൻ വേലേറ്റു തളർന്നപ്പോൾ സ്നേഹത്തിൻ തണലായി നീ വന്നു. സ്നേഹസ്വരൂപനാം എന്നേശുനാഥ, എൻ സർവ്വതും ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹസ്വരൂപനാം എന്നേശുനാഥ, എൻ സർവ്വതും ഞാൻ സമർപ്പിക്കുന്നു. എൻ സർവ്വതും ഞാൻ സമർപ്പിക്കുന്നു. കാൽവരി മലയിൽ ദേവസുതൻ നൽകി തൻ തിരുജീവൻ, പാപത്തിൻ പരിഹാര ബലിയായി നൽകി തൻ തിരുജീവൻ. മുറിയുമീ ഓസ്തിയിൽ വാഴുമെൻ യേശുവേ, പകരുമീ കാസയിൽ ജീവിക്കും സ്നേഹമേ. മുറിയുമീ ഓസ്തിയിൽ വാഴുമെൻ യേശുവേ, പകരുമീ കാസയിൽ ജീവിക്കും സ്നേഹമേ. നമ്മുടെ ആന്റണി പ്രേക്ഷിത വാഹിൽ കുറേ നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. ആന്റണിക്ക് ഇനി ഒരു ലാസ്റ്റ് റൗണ്ടും ഒരു ജനറൽ ചോദ്യവുമാണ് ബാക്കിയുള്ളത്. നമുക്ക് ലാസ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? പോകാം. മാർഗം റൗണ്ടാണ് അവശേഷിക്കുന്നത്. 2 വിശുദ്ധരാണ് നൽകപ്പെട്ടിട്ടുള്ളത്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും വിശുദ്ധ മദർ തെരേസയും. ഇതിൽ ആരെയാണ് ആന്റണിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ. എന്തെങ്കിലും കാരണമുണ്ടോ? എൻ്റെ ചാച്ചൻ്റെ വീട് രാമപുരത്തിനടുത്ത. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുഞ്ഞച്ചനെയാണോ ഓപ്റ്റ് ചെയ്യുന്നത്? അതെ. ചോദ്യം നോക്കാം. കുഞ്ഞച്ചന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും ഏത് വിഭാഗത്തെ കേന്ദ്രീകരിച്ചായിരുന്നു? ദളിത് വിഭാഗത്തെ. ഉറപ്പാണോ? ഉറപ്പാണ്. ലാസ്റ്റ് റൗണ്ടാണ്. ഉത്തരം തെറ്റിപ്പോകോ? ഇല്ല. നമുക്ക് ആൻസർ നോക്കാം എന്തായാലും. ദളിത് കുടുംബങ്ങളെ. ഉത്തരം ശരിയാണ്. നല്ലൊരു ഓഡിയൻസ്. എനിക്ക് ഇവർ ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടേക്ക് നമുക്ക് ഇവരെ കൊണ്ടുപോയാലോ? അതെ, പറയുന്ന മുൻപേ അങ്ങ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നല്ല സപ്പോർട്ടാണ് നിങ്ങള്. നമുക്ക് സമ്മാനം കൊടുത്താലോ? അവന് സമ്മാനം കൊടുത്തേക്കാം. ആന്റണിക്ക് ഒരു ജനറൽ ചോദ്യം ബാക്കിയുണ്ട്. പക്ഷെ നമ്മുടെ ഓഡിയൻസിന് ഒരു ചോദ്യം കൊടുക്കണ്ടേ? അതെ, ഇത്രയും നല്ല സപ്പോർട്ടീവായ ഓഡിയൻസിന് ഒരിക്കലും നമ്മൾ സങ്കടപ്പെടുത്തിക്കൂടാ. ചോദ്യം ഇതാണ്: ചെമ്പേരി ഫൊറോനയ്ക്ക് കീഴിൽ എത്ര പള്ളികളാണ് ഉള്ളത്? ചേട്ടൻ കയ്യെ പൊക്കി കഴിഞ്ഞു. ഓടിപ്പോരെ. അത്യാവശ്യം എല്ലാവർക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാൻ തോന്നുന്നു. എല്ലാവരും കൈ പൊക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചേട്ടൻ ആദ്യം കൈ പൊക്കി. നമുക്ക് ആ ഉത്തരം കേട്ടാലോ? ആൻസർ പറഞ്ഞോ. 12 ഇടവകകൾ. ശരിയാണോ ഓഡിയൻസ്? എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. 12. ഉത്തരം ശരിയാണെന്ന് മാത്രം അങ്ങ് പറഞ്ഞു. ആൻസർ കറക്റ്റ് ആണ്. 12 ഇടവകകള് ഏതൊക്കെയാന്ന് പറയാമോ? അറിയാമോ? ചെമ്പേരി, നെല്ലിക്കുറ്റി, അരീക്കമല, ദീപഗിരി, രത്നഗിരി, പൊന്മല, പുലിക്കുരുമ്പ, പൂപ്പറമ്പ്, ലിസിഗിരി, കനകക്കുന്ന്, കുടിയമ്മല. എന്തിനു വെയിറ്റ്? ആ സമ്മാനം അങ്ങ് കൊടുത്തേക്കാം. ആന്റണി കാത്തു നിൽക്കുന്നത് ജനറൽ ക്വസ്റ്റ്യന് വേണ്ടിയാണ്. ഇടവകയെയോ അതിരൂപതയെയോ സംബന്ധിച്ചിട്ടുള്ള ആ 7ാമത്തെ ചോദ്യം. ഈ ചോദ്യമായിരിക്കും മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും കൊണ്ടാണോ ആന്റണി പോകാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ചോദ്യം ഇതാണ്:
അരീക്കമലയിലെ ഇപ്പോഴത്തെ പള്ളി വെഞ്ചരിക്കപ്പെട്ട വർഷം. അരീക്കമലയിലെ ഇപ്പോഴത്തെ പള്ളി വെഞ്ചരിക്കപ്പെട്ട വർഷം 1948 തോന്നുന്നു. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. ഒരു തോന്നലാണ്. ഈ ആൻസർ കൂടി ശരിയാക്കി കഴിഞ്ഞാൽ മെമൻറ്റോയും കൊണ്ട് ആന്റണിക്ക് വീട്ടിൽ പോവാം. ഓഡിയൻസിന് ആർക്കെങ്കിലും ആന്റണിയെ സഹായിക്കാൻ പറ്റുമോ? ഒരാൾ കൈ പൊക്കുന്നുണ്ട്. ചേട്ടൻ ഓടിപ്പോരെ. ഏത് വർഷമാണ്? 1996. 1996 ആണോ? വേറെ ആർക്കെങ്കിലും വേറെ ഉത്തരാണോ? ആ എന്നാ പോരെ. വേറെ ആന്റണിക്ക് ചൂസ് ചെയ്യാം ഏത് ഉത്തരം വേണമെന്ന്. 1991. 1991 1996 രണ്ടെണ്ണോ പറഞ്ഞിട്ടുള്ളത്. ആന്റണി തീരുമാനിച്ചോ ഏത് ഉത്തരം വേണമെന്ന്. 2 അപ്പച്ചന്മാര് വന്നിട്ടുണ്ട് സഹായിക്കാനായിട്ട്. ഏത് ആൻസർ വേണമെന്ന് ആന്റണിക്ക് ചൂസ് ചെയ്യാം. 1991. അരീക്കമലയിലെ ഇപ്പോഴത്തെ പള്ളി വെഞ്ചരിക്കപ്പെട്ട വർഷം 1991. ശരിയാണ് ആൻസർ. അങ്ങനെയെങ്കിൽ ബിനോയ് ചേട്ടൻ തന്നെ നമ്മുടെ പാർട്ടിസിപ്പന്റിന് ആ സമ്മാനം കൊടുത്തേക്കട്ടെ അല്ലേ? അല്ലേ? അതെ. അപ്പൊ ബിനോയ് ചേട്ടൻ ആന്റണി താഴേക്ക് പോരെ. നിറയെ സമ്മാനങ്ങളായിട്ടാണ് ആന്റണി ഇതേ നിൽക്കുന്നത്. എനിക്കുണ്ടൊരു സങ്കടം വരുന്നു. ആന്റണിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ? ആന്റിയുടെ അപ്പച്ചനല്ലേ കൂടെ വന്നിരിക്കുന്നത്? അന്ന് അപ്പച്ചനെ നമുക്ക് വേദിയിലേക്ക് വിളിച്ചാലോ? നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള അപ്പയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം അല്ലെ, ആന്റണിക്ക് ഒരു ഉത്തരം കിട്ടണം എന്നൊരു ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹത്തിന് പുറത്ത് തെറ്റാണെങ്കിലും ആദ്യം ഓടി വന്നത് അപ്പ തന്നെയാണ്. നമ്മുടെ ചെമ്പേരി ഫൊറോനയിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞതിന് ശേഷം മെമൻറ്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ആന്റണി പോകുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക. ഏഷ്യയിലെ സഭയ്ക്കും സഭയുടെ സന്ദേശ പ്രഖ്യാപനത്തിനും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തെ പറ്റി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അപ്പസ്തോലിക പ്രമാണമായ എക്ലേസിയ ഇൻ ആസിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ദാരിദ്ര്യത്തിന്റെ സ്ഥിരമായ യാഥാർത്ഥ്യവും ആളുകളെ ചൂഷണം ചെയ്യുന്നതും. നൂറ്റാണ്ടുകളായി സാമ്പത്തികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും സമൂഹത്തിന്റെ അരികിൽ നിർത്തപ്പെട്ട ദശലക്ഷക്കണക്കിന് അടിച്ചമർത്തപ്പെട്ട ആളുകൾ ഏഷ്യയിലുണ്ട്. ഒരാളെങ്കിൽ ഒരാളെ നമ്മുടെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിര പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാം.